AK സ്റ്റെഫിൻ കരുവട്ടത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, എത്രത്തോളം ഹൃദയംഗമമായ യാത്രാമൊഴിയാണ് അവിടെ നിന്നുണ്ടാകുന്നത്? വലിയ ഹൃദയവായ്പോടു കൂടിയാണ് കാര്യവട്ടം ക്യാമ്പസ് കടന്ന് VS-ന്റെ മൃതദേഹവുമായിട്ടുള്ള വാഹനം മുമ്പോട്ടേക്ക് പോകുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ഒരു കാത്തിരിപ്പായിരുന്നു ഇവിടെ വിദ്യാർത്ഥികളുടേത്. ഇടതടവില്ലാതെ വൈകുന്നേരം നമ്മളിവിടെ എത്തുമ്പോൾ ആ സമയം മുതൽ തന്നെ അവർ മുദ്രാവാക്യം വിളികളുമായി റോഡിൽ നിലയുറപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകർ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ അവരെല്ലാം തന്നെ ഇപ്പോഴും രാത്രി വൈകിയും ഇങ്ങനെ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട VS-നെ കാണുന്നതിന് വേണ്ടി. പലരോടും സംസാരിക്കുമ്പോൾ VS അവർ പഠിച്ച് കേട്ടറിഞ്ഞ ഒരു കാര്യമാണ്. അതിനെ അടുത്ത് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നമുക്ക് കാണാം അവിടെ മുതൽ തന്നെ ഏതാണ്ട് ഇതിന്റെ തുടക്കം മുതൽ തന്നെ മുദ്രാവാക്യം വിളികളുമായി കൂടെ നിൽക്കുന്ന ആളുകൾ, പ്രവർത്തകർ, അവരെയെല്ലാം തന്നെ നമുക്ക് കാണാം. ഒപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഏതാണ്ട് 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ കാര്യവട്ടം ക്യാമ്പസിന് മുന്നിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട VS-ന് യാത്രാമൊഴി എഴുതുന്നതിന് വേണ്ടി വരുന്നത്. ഒപ്പം തന്നെ ഇവിടെ നാട്ടുകാരുമുണ്ട്. വലിയൊരു തിരക്കാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പസിന് മുന്നിൽ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ഒരാൾക്കൂട്ടം VS-നെ യാത്രയാക്കുന്നതിന് വേണ്ടിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നവരാണ്. ആ കുഞ്ഞൊക്കെ ക്ഷീണിച്ച് ഉറങ്ങുന്ന കാഴ്ചകൾ. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന പ്രായമായവർ കുഞ്ഞുങ്ങളെ തോളിലേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ട VS-നെ കാണുന്നതിന് വേണ്ടിയുള്ളൊരു യാത്ര. എങ്ങനെയാണ് VS-നെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? പല വിദ്യാർത്ഥികൾക്കും ഒരു പ്രതികരണത്തിന്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇടതടവില്ലാതെ മുദ്രാവാക്യം വിളികളുമായി അവർ ഇങ്ങനെ തുടരുകയായിരുന്നു. ഇപ്പോഴും ഇവിടെ കാര്യവട്ടം ക്യാമ്പസിന് മുന്നിൽ VS-ന്റെ വാഹനം കടന്നുപോയിരിക്കുന്നു. ഇനി അത് നേരെ പോകുന്നത് കഴക്കൂട്ടത്തേക്കാണ്. കഴക്കൂട്ടം പിന്നിട്ടുകൊണ്ട് നാഷണൽ ഹൈവേയിലേക്ക് അത് ഈ വാഹനം യാത്ര തുടരും. അങ്ങനെയാണ് ആലപ്പുഴയിലേക്ക് പോകുന്നത്. ഇനി അല്പദൂരം മാത്രമേ ഉള്ളൂ. VS-നെ എങ്ങനെ അനുസ്മരിക്കുന്നു? വലിയ തിരക്കാണെങ്കിൽ പോലും പലരും എങ്ങനെയാണ് VS-നെ? സാറിനെ നമുക്ക് അറിയാന്നുള്ളതല്ലോ, പറഞ്ഞോ. എന്ത് പറയാൻ, ഇതേപോലുള്ളൊരു ആളെ നമുക്കത് കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചെന്ന് പറയുന്നതിന് നമുക്ക് വലിയൊരു സന്തോഷമാണ്. VS-നെയൊക്കെ അറിയാമോ രണ്ടുപേരും? നല്ല അപ്പൂപ്പനാ, എനിക്ക് കാണണമെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാ വന്നത്. ആരാ പറഞ്ഞു തന്നെ? അപ്പൂപ്പനാണ്, ശശി അപ്പൂപ്പൻ. അപ്പൂപ്പൻ പറഞ്ഞിട്ടാണ് ഞാൻ. VS-നെ കണ്ടോ? കണ്ടു. VS-നെ കണ്ട് കൊച്ചു കുട്ടികൾ, അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ എങ്ങനെയാണ് VS-നെ അനുസ്മരിക്കുന്നത്? I don't know Malayalam. I'm from West Bengal, so Comrade VS, for him I am read salute from, and let's say for. Are you seeing this for the first time? Yes, it's the first time. Yes, I like Comrade and I also support Comrade. അങ്ങനെ അദ്ദേഹം വെസ്റ്റ് ബംഗാളുകാരനാണ്. VS-നെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുന്നതിനും വേണ്ടിയാണ് വിദ്യാർത്ഥികൾ എല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും കാര്യവട്ടം ക്യാമ്പസ് കഴിഞ്ഞ് അധിക നേരം ഇവിടെ നിർത്തിയില്ല. കുറേ പെട്ടെന്ന് തന്നെ വാഹനം ഇവിടുന്ന് കടന്നു പോയിട്ടുണ്ട്. ഏതായാലും VS-നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമുള്ള ഒരു യാത്രയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറിയ പങ്കും അദ്ദേഹം ചെലവഴിച്ച തിരുവനന്തപുരത്തു നിന്ന് ഒരു യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊരു കാഴ്ച അത് സാധാരണ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹൃദയവായ്പുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ VS ഒരു മരണത്തിലേക്ക് കയറി എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി സാധാരണ പാർട്ടി പ്രവർത്തകർക്കൊന്നും തന്നെ കഴിയില്ല. കാരണം VS-നെ മരണത്തിന് കീഴടക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. പലപ്പോഴും ആകെ VS-ന് ഒരു മരണത്തിന് മുന്നിൽ നിശ്ചലനായി നിന്നുകൊണ്ട് VS കണ്ണീർ വാർത്തത് 4-ാം വയസ്സിൽ അമ്മയുടെ മൃതശരീരം കാണുമ്പോൾ മാത്രമാണ്. അതിനുശേഷം പലതവണ VS-നെ മരണം വന്ന് കുലുക്കിയിട്ടുണ്ട്. അത് അച്ഛൻ്റെ മരണം നേരിട്ട് കാണുമ്പോൾ VS മരണത്തെ അടുത്ത് കാണുന്നു. ഒപ്പം തന്നെ ആ പാലാ സ്റ്റേഷനിൽ വെച്ച്
ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ആ പാലാ സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂര മർദ്ദനത്തിന് അദ്ദേഹത്തെ ഇടയാക്കുന്ന സമയത്ത് മരണത്തെ നേരിട്ട് കാണുന്നു. ഒപ്പം അവിടെ നിന്നും മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ച സ്ഥലത്തു നിന്നാണ് VS വലിയ പോരാട്ടങ്ങളിലേക്ക് കേരളത്തിലേക്ക് വലിയ ഒരു രാഷ്ട്രീയ നേതാവായി വലിയൊരു നേതാവായി സമൂഹത്തിന് തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിയായി അതോടൊപ്പം തന്നെ വലിയ വലിയ സംഭവങ്ങളിലേക്ക് മാറുന്ന തരത്തിലേക്ക് VS ഒരു വലിയ നേതാവായി ഉയരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഒരു പോരാട്ടത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്. അത് കാണുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജനത്തിരക്ക് തന്നെയാണ് പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏതായാലും കാര്യവട്ടം ക്യാമ്പസ് പിന്നിട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട VS, SFI പ്രവർത്തകരുടെ പ്രിയപ്പെട്ട VS യാത്രയാവുകയാണ്. സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.